പക്ഷെ ഒരു വലിയ അത്ഭുതം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് അഫ്ഗാൻ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയുമായി ചർച്ച നടത്തുന്നു. പ്രത്യേകിച്ച് അഫ്ഗാനിലെ വിദേശകാര്യ മന്ത്രി ആണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടുത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി സംസാരിക്കുന്നു, കരാറുകളൊക്കെ ഉണ്ടാക്കുന്നു. ഇതിൽ പാകിസ്ഥാൻ വല്ലാത്ത അസ്വസ്ഥരാണ്. അതുകൊണ്ടാണ് ഇവിടെ സന്ദർശനം നടത്തിയപ്പോൾ തന്നെ കാബൂളിൽ വ്യോമാക്രമണം അടക്കം പാകിസ്ഥാൻ നടത്തിയതെന്നാണ് പറയുന്നത്. എന്താണ് ഈ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലുള്ള ചർച്ചയിൽ എന്തൊക്കെ നയതന്ത്രപരമായുള്ള ബന്ധങ്ങളുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്? തീർച്ചയായിട്ടും വളരെ സുപ്രധാനമായ കരാറാണ്. ആദ്യം പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് ആരെങ്കിലും അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ ഇരിപ്പുറക്കാത്ത വിധത്തിൽ അസ്വസ്ഥരാകുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാനെതിരായി ഒരു നയപരമായ നീക്കം തന്നെയാണ് ഇന്നലത്തെ കരാറ്. ഇന്നലത്തെ കരാറിൽ ഇപ്പോൾ എസ് ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി ആദരണീയനായ എസ് ജയശങ്കറും അവിടുത്തെ അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയും അവർ രണ്ടുപേരും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. ആ കരാറിന് ശേഷം, ഒപ്പുവെച്ചതിന് ശേഷം രണ്ടുപേരും സംസാരിച്ചു, പത്രക്കാരോട്, വേൾഡ് മീഡിയയോട് സംസാരിച്ചു. അപ്പോൾ രണ്ടുപേരും ഉയർത്തിപ്പിടിച്ച ആദ്യത്തെ കാര്യം, രണ്ടു കൂട്ടർക്കും നേട്ടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ സഹായം ആവശ്യമുണ്ട് അഫ്ഗാനിസ്ഥാന്. അവർ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും ഒക്കെ ആഭ്യന്തരമായും ഒക്കെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കും. പക്ഷേ അതുകൊണ്ട് വലിയ നേട്ടം നമ്മൾ ഉദ്ദേശിക്കുന്നുമുണ്ട്. അത് രണ്ടും ചേർന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടാകാൻ പോകുന്നൊരു സംഗതി, ഈ 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ലോകരാജ്യങ്ങളൊന്നും താലിബാനെ അംഗീകരിച്ചിട്ടില്ല. താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പല ലോകരാജ്യങ്ങളിലും എംബസികളില്ല, എംബസി അനുവദിക്കില്ല. കാരണം താലിബാൻ UN-ൻ്റെയൊക്കെ ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമാണ്, തീവ്രവാദ പ്രസ്ഥാനമാണ്. പക്ഷെ അവർ അധികാരത്തിൽ വന്നപ്പോൾ നയപരമായും തന്ത്രപരമായും ഒക്കെയുള്ള നീക്കങ്ങളിലൂടെ ഒരു ഗവൺമെൻറ് ആയി നടത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് എന്തൊക്കെ പറഞ്ഞാലും അവർ താലിബാനാണ്, താലിബാൻ ഭീകരവാദ പ്രസ്ഥാനമാണ്. അതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യക്ക് ഈ അഫ്ഗാനിസ്ഥാൻ്റെ സഹായം ആവശ്യമുണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും കൂടി ഒരേ സമയം ശത്രുവാക്കിക്കൂടാ. മാത്രമല്ല പാകിസ്ഥാനിൽ താവളം ഉറപ്പിച്ചിരുന്ന ഭീകരവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ, ലഷ്കർ-എ-തൊയ്യബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയവരൊക്കെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് വലിയ തലവേദന സൃഷ്ടിച്ചപ്പോൾ അവർ വലിയ തോതിൽ പ്രൊട്ടക്റ്റ് ചെയ്യാതായപ്പോൾ, മാത്രമല്ല അത്തരം താവളങ്ങൾ പാകിസ്ഥാൻ അകത്താണെങ്കിൽ ഇന്ത്യ ഏതു നേരത്തും കയറി ആക്രമിച്ച് തകർത്ത് കളയും എന്നൊരു അവസ്ഥ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിലവിലുണ്ട്. അതുകൊണ്ട് ഈ പാകിസ്ഥാനിൽ അഭയം തേടിയത്, പാകിസ്ഥാനിൽ താവളം ഉറപ്പിച്ചിരുന്ന ഭീകര പ്രസ്ഥാനങ്ങളൊക്കെ പതുക്കെ അതിർത്തി കടന്നിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ അവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ താലിബാൻ ഭരണകൂടത്തിൻ്റെ, അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ പിന്തുണ നമുക്ക് വേണം. അതുകൊണ്ട് തന്ത്രപരമായൊരു നീക്കമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. അതേസമയത്ത് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഫ്ഗാനിസ്ഥാന് ആദ്യം വേണ്ടത് ഒരു രാഷ്ട്രമായി അവരെ അംഗീകരിക്കുകയാണ്. 2021 മുതൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന താലിബാൻ ഗവൺമെൻറ്റിനെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റായിട്ട് അംഗീകരിക്കുക. എന്നിട്ട് അവർക്ക് എംബസി കൊടുക്കുക. പല ലോകരാജ്യങ്ങളും കൊടുത്തിട്ടില്ല, ഇന്ത്യ കൊടുത്തിരിക്കുന്നു. ഇന്ത്യക്ക് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു നേരത്തെ, ഇന്ത്യൻ ടെക്നിക്കൽ മിഷൻ എന്ന പേരിൽ. അഫ്ഗാനിസ്ഥാനിൽ കലാപം നടക്കുമ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ സഹായിക്കാൻ വേണ്ടി അവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടെക്നിക്കൽ മിഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ അത് മാറ്റിയിട്ട് അത് ഇന്ത്യൻ എംബസി തന്നെ ആക്കാൻ തീരുമാനിച്ചു. അതാണ് ഇന്നലത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കരാർ. കാബൂളിൽ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിൽ ഔദ്യോഗികമായി ഇന്ത്യയുടെ എംബസി തുറക്കുന്നു എന്നതാണ് ഇന്നലത്തെ ഒന്നാമത്തെ തീരുമാനം. അത് അഫ്ഗാന് കിട്ടുന്ന ആഗോള രാഷ്ട്രീയത്തിലെ വലിയ അംഗീകാരമാണ്. പലരും അഫ്ഗാനിസ്ഥാനോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴും താലിബാനെ ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിനെ അംഗീകരിക്കാതിരിക്കുമ്പോഴും ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു എന്നത് അവർക്കൊരു നേട്ടമാണ്. ഇന്ത്യ അംഗീകരിച്ചത് നമ്മുടെ നയപരമായ കാരണങ്ങളാലാണ്, എങ്കിലും അതൊരു നേട്ടമാണ്. 2, വിദേശകാര്യമന്ത്രി ജയശങ്കർ പത്രസമ്മേളനത്തിൽ ആദ്യം പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ ഞങ്ങളുടെ സഹോദര രാഷ്ട്രമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട്. ഇന്ത്യ സഹോദര രാഷ്ട്രമായിട്ട് അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകവേദിയിൽ അവർക്കൊരു വലിയ സർട്ടിഫിക്കറ്റാണ്. അത് വളരെ ബോധപൂർവം വളരെ കൃത്യമായി പറഞ്ഞതുമാണ്. സഹോദര രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു. മാത്രമല്ല അതിൽ 2 കാര്യങ്ങളിൽ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ്റെ പുരോഗതിക്കും അവരുടെ സങ്കടങ്ങളിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ ഒരു പരമാധികാര രാജ്യമാണെന്ന് അംഗീകരിക്കുന്നതിലും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റ്മെൻറ്റ് ഇന്ത്യ കാണിക്കും. 1, അഫ്ഗാനിസ്ഥാൻ്റെ പരമാധികാരം അംഗീകരിക്കും. 2, അഫ്ഗാനിസ്ഥാനിൽ ദുരന്തങ്ങളും ഉണ്ടായാൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാൻ ഇന്ത്യ ഉണ്ടാകും. അത്രയാണ്. അതേസമയത്ത് മറിച്ച്
അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരേ ഒരു സഹായമാണ്, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതെന്താണ്? ഭീകരതയെ പൊതുശത്രുവായിട്ട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പൊതുശത്രുവായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളുണ്ട്, അവരെ മുഴുവനും അവർ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ എത്തുമ്പോൾ അവർ മിത്രമാകുന്നില്ല. ആരെയൊക്കെയാണോ ഇന്ത്യ ഭീകരവാദി എന്ന് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്, ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, ആ പ്രസ്ഥാനങ്ങളെ മുഴുവനും അഫ്ഗാനിസ്ഥാനും ശത്രുവായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാൻ അവരെ പൊരുതി തോൽപ്പിക്കും. അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു സൗദി പാകിസ്ഥാൻ കരാറിന്റെ വേറൊരു പതിപ്പാണ്. അത് നമുക്കിപ്പോൾ അത്യാവശ്യമുണ്ട്. കാരണം അയൽപക്കത്താണ് രണ്ടിനെയും കൂടി ഒരേ സമയം ശത്രുവാക്കിക്കൂടാ. അതാണ് അത് നല്ല തന്ത്രപരമായ നീക്കമാണ്. രണ്ട്, മാനവികമായ സഹായങ്ങൾ എന്നും ഞങ്ങൾ അഫ്ഗാനിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അവിടെ താലിബാൻ ഭരിച്ചോ, നജീബുള്ള ഭരിച്ചോ, സോവിയറ്റ് യൂണിയൻ ഭരിച്ചോ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇന്ത്യയുടെ ഒരു മനസ്സാണത്. എവിടെ ദുരന്തങ്ങൾ ഉണ്ടായാലും, ഞങ്ങൾ ഉദാഹരണത്തിന് കുനാർ ഭൂകമ്പം ഉണ്ടായല്ലോ അഫ്ഗാനിസ്ഥാനിൽ, ഓർമ്മയില്ല? ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ മുടങ്ങാതെ ഭക്ഷണവും മരുന്നും നിരന്തരമായി ഇന്ത്യൻ വിമാനങ്ങൾ അങ്ങോട്ട് പറന്നുകൊണ്ടേയിരുന്നു, എത്തിച്ചു കൊടുത്ത നാടാണ് അത്. രണ്ടുപേരും ചേർന്ന്, അപ്പോൾ ജയശങ്കർ ഇത് പറയുമ്പോൾ മുത്തക്കി കൈയടിക്കുന്നുണ്ടായിരുന്നു. സത്യമാണ് പറഞ്ഞത് എന്ന അർത്ഥത്തിൽ. ഇന്ത്യ എന്നും നല്ല അതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ 4 വർഷവും ഞങ്ങൾ തുടരുന്നുണ്ട്. അവിടെ ഈ താലിബാൻ അധികാരത്തിൽ വന്നു എന്നതുകൊണ്ട് ഞങ്ങളത് എടുത്ത് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തക്കി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇന്ത്യ എന്നും ഞങ്ങളുടെ നല്ല സുഹൃത്താണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് ഇന്ത്യ ഞങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, ലോകവേദികളിൽ ഞങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ, പ്രത്യേകിച്ച് അമേരിക്കൻ അധിനിവേശം ഉണ്ടായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിൽ, അമേരിക്കയുടെ അധിനിവേശം ഉള്ള കാലത്ത് ഞങ്ങൾ ആർക്കൊക്കെ എതിരെ പല രാജ്യങ്ങളോടും ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കെതിരായ ഒരു വാക്കുപോലും ഞങ്ങൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു സുഹൃത്ത് രാജ്യമായി ഇന്ത്യയെ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. വേറൊന്ന്, ഈ രണ്ടാമത്തെ കാര്യം, എൻ്റെ സുഹൃത്ത് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആണയിട്ട് ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഭീകര പ്രസ്ഥാനം അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേയില്ല. അതും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ രണ്ടുപേർക്കും ഗുണമുള്ളതാണ്. മറ്റൊന്നുകൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ ഇന്ത്യയുടെ സഹായം തേടുന്നു മറ്റൊരു കാര്യത്തിൽ. ലഷ്കർ എ തൊയ്യബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങി ഇന്ത്യയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവരുടെ വേര് ഞങ്ങൾ അറുത്തോളാം. ഒപ്പം ഞങ്ങളെ ഒരു കാര്യം കൂടി നിങ്ങൾ സഹായിക്കണം. ഞങ്ങളുടെ മണ്ണിൽ മറ്റൊരു ഭീകര പ്രസ്ഥാനം വേരുറപ്പിക്കുന്നുണ്ട്. അത് IS ആണ്. ISISK എന്ന് പറഞ്ഞാൽ ISന്റെ ഒരു പ്രത്യേകത അറിയാലോ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറഞ്ഞിട്ടാണ് അത് ഉണ്ടായത്. ഇറാഖ് യുദ്ധകാലത്താണ് അത് ഉണ്ടായത്. ഏതാണ്ട് 2003 സ്ഥാപിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ പതിപ്പുണ്ടാക്കുകയാണ്. ISIS പാകിസ്ഥാൻ, ISIS ഇന്ത്യ, ISIS അഫ്ഗാനിസ്ഥാന്റെ പേര് ഖൊറാസാൻ എന്നാണ് പഴയ പേര് അറബിയിലുള്ള. ISIS ഖൊറാസാൻ എന്ന പേരിൽ അവിടെ വലിയ തോതിൽ ഭീകരപ്രസ്ഥാനം വേറെ വരുന്നുണ്ട്. അത് നിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചല്ല, ഞങ്ങളെയും ലോകത്തെയും ലക്ഷ്യം വെച്ചാണ്. അതുകൊണ്ട് ഈ ISനെ നേരിടാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെയും സഹായിക്കണം. ലഷ്കർ എ തൊയ്യബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ കീടങ്ങളെ നേരിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. വേറൊരു കരാറ്. അപ്പോൾ ഭീകരവാദത്തിന്റെ കാര്യം തീരുമാനമായി. 2 കൂട്ടരും പരസ്പരം ഏതൊക്കെ കാര്യങ്ങൾ സഹായിക്കണം എന്ന് തീരുമാനമായി. രണ്ടാമത്തെ ഒരു കാര്യം ഉള്ളത്, 2 രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ ഇന്ത്യ നേരിട്ട് ഏതെല്ലാം മേഖലകളിൽ സഹായിക്കും. പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികൾക്ക് അഫ്ഗാനിസ്ഥാനിൽ നിക്ഷേപിക്കാൻ, പദ്ധതികൾ ആരംഭിക്കാൻ ഒക്കെയുള്ള പ്രധാനപ്പെട്ട 2 പദ്ധതികൾ വന്നു. ഒന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തു. ഒന്നെന്താണെന്നറിയോ? അഫ്ഗാനിസ്ഥാനിൽ ആധുനികമായ ഒരു പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നുണ്ട്. ആരാ നിർമ്മിക്കുന്നതെന്നറിയോ? ഇന്ത്യയാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യൻ കമ്പനികളെ, L&T ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികളാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റാണ് സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ഒരു രാജ്യമാക്കി തീർക്കാനുള്ള അതിൻ്റെ നിർമ്മിതിയിൽ പോലും നമ്മൾ പങ്കുവഹിക്കുന്നു. 2, അവിടെ ഒരു സൽമ ഡാം ഉണ്ട്. സൽമ ഡാം ഓർമ്മയുണ്ടോയെന്നറിയില്ല. കഴിഞ്ഞ കൊല്ലം 2016 അത് ഉദ്ഘാടനം ചെയ്തത്. 2016 ജൂൺ 4 ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി പോയിട്ട് അവിടുത്തെ അഫ്ഗാൻ പ്രസിഡന്റ് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി ചേർന്നിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഡാം ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ കാര്യം എന്താണെന്നറിയോ? അതിന്റെ കാര്യം എന്താ? ആരെങ്കിലും അനുവദിക്കുമോ? അങ്ങനെ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ഡാമിന്റെ മുഴുവൻ ചെലവും നമ്മുടേതാണ്. നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. ആ ഡാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ ഡാം ഒരു ഡാമാണ്. ആ ഡാമിൽ
ഈ ജലവൈദ്യുത പദ്ധതിയുമാണ്, ജലസേചന പദ്ധതിയുമാണ്. ഡാം ഉണ്ടാക്കുന്നു, 42 മെഗാവാട്ട് വൈദ്യുതി. അഫ്ഗാനിസ്ഥാനിൽ ഒട്ടുമില്ലാത്ത ഇലക്ട്രിസിറ്റിയാണ്. ഈ 42 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് 40,000 അഫ്ഗാൻ കുടുംബങ്ങൾക്ക് എത്തിക്കുകയാണ്, സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. 2, അവിടെ 75,000 ഹെക്ടർ ഭൂമിയിൽ കൃഷി നടത്താനുള്ള ജലസേചനവും നമ്മൾ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന് നമ്മൾ വെള്ളവും നമ്മൾ കൊടുക്കുന്നു, നമ്മൾ വെള്ളം കൊടുക്കുന്നു, വെളിച്ചം കൊടുക്കുന്നു, അന്നം കൊടുക്കുന്നു. അത്തരത്തിലുള്ള വലിയൊരു പദ്ധതി. അത്തരം പദ്ധതികൾ ഇനിയും തുടരും. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, ഇന്ത്യ ഗവൺമെൻറ് ഒരു സഹായം കൊടുക്കുന്നതിലൂടെ, ഒരു ഡാം കൊടുക്കുന്നതിലൂടെ എന്നും ആ ഡാമിനെ കുറിച്ച് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് അതിൻ്റെ പേര്. നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്യമാണ്. അഫ്ഗാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് സൽമ ഡാമിൻ്റെ പേര്. അപ്പോൾ അത് എന്നേക്കും ഇന്ത്യയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകും. അഫ്ഗാനിസ്ഥാൻ ജനത അത് ഓർക്കും, എന്നെന്നും നന്ദിയോടെ ഓർക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനെ തുടർന്ന് ഇത് സൗജന്യമാണ് നമ്മുടെ വക. ഒന്ന് ഫ്രീ കൊടുത്തിട്ട് സാമ്പിൾ നോക്കിയിട്ട് ഒന്ന് ഫ്രീ ആണ്. ബാക്കി ഇനി അഫ്ഗാനിസ്ഥാനിലെ നിർമ്മാണ പ്രവൃത്തികൾ ഏതുൾപ്പെടെ അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള കരാറുകൾ ഇന്ത്യക്ക് കിട്ടും. ആ അർത്ഥത്തിൽ നമുക്ക് സാമ്പത്തികമായും നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. വലിയ തോതിൽ അവിടുത്തെ വികസന പദ്ധതികൾ ഇന്ത്യക്ക് നേരിട്ട് നടത്താൻ പറ്റും. അത്തരത്തിൽ ഇടപെടൽ അഫ്ഗാനിസ്ഥാന്റെ മേൽ നമുക്കുണ്ട്. അഫ്ഗാൻ ഭരണകൂടത്തെ നമ്മൾ അംഗീകരിക്കുന്നു, എന്നാൽ ഇന്ത്യൻ ഭരണകൂടത്തെ അഫ്ഗാനിസ്ഥാനും അംഗീകരിക്കുകയും വലിയ തോതിൽ നമ്മുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. കലവറയില്ലാതെ, സംശയമില്ലാതെ, ഭീതിയില്ലാതെ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് നമ്മളെ സഹായിക്കാൻ പോകുന്നു. നമ്മൾ തിരിച്ചും സഹായിക്കാൻ പോകുന്നു. എല്ലാ അർത്ഥത്തിലും അത് നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ സാമ്പത്തിക പുരോഗതിക്കും പരസ്പര സഹായം വലിയ ഗുണം ചെയ്യുമെന്നാണ് ഇന്നലെ ഒപ്പുവെച്ച കരാർ പറയുന്നത്. തീർച്ചയായിട്ടും ഗുണകരമായ ഒരു കരാറാണ്. ആ കരാർ ഒപ്പുവെച്ച ഇന്ത്യ ഗവൺമെൻറ്റിനെയും അഫ്ഗാൻ ഗവൺമെൻറ്റിനെയും നമുക്ക് അഭിനന്ദിക്കാം.